സുഡാൻ ആഭ്യന്തര യുദ്ധം 2.5 വർഷം പിന്നിട്ടിരിക്കുന്നു. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനത്തിലേക്കാണ് എത്തിച്ചിരുന്നത്. സൈനിക മേധാവി അബ്ദേൽ ഫത്താഹ് അൽ ബുർഹാനും RSF തലവൻ മുഹമ്മദ് ഹംദാൻ ഡഗാലോയും തമ്മിലുള്ള അധികാര തർക്കത്തെ തുടർന്ന് 2023 ഏപ്രിലിലാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ഇതുവരെ 1.5 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു കഴിഞ്ഞു. കൂട്ടക്കുരുതിക്കൊപ്പം തന്നെ രാജ്യത്തെ 18 സംസ്ഥാനങ്ങളിലായി 95 ലക്ഷത്തിലധികം ആളുകൾക്ക് ജനിച്ച മണ്ണും വീടുമെല്ലാം ഉപേക്ഷിച്ച് രക്ഷപ്പെടേണ്ടി വന്നു. അതേസമയം നിരവധി പേർ അവിടെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതെ ദുരിതത്തിലായ കാഴ്ചയായിരുന്നു. എന്തായാലും സുഡാനിൽ ഇപ്പോൾ നടക്കുന്ന വിമതരുടെ ഉപരോധവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. പല രോഗികളും മരുന്നുകൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ തീവ്ര ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ചില വാർത്തകളാണ് ഇപ്പോൾ BBC പുറത്തുവിട്ടിരിക്കുന്നത്. പ്രമേഹത്തിന് മരുന്ന് ലഭിക്കാത്തതിനാൽ അബ്ദുൽ ഖാദിർ അബ്ദുള്ള അലി എന്ന വ്യക്തിയുടെ കാലിന് ഗുരുതരമായ നാഡീക്ഷതം സംഭവിച്ചിട്ടുണ്ട്. 62കാരനായ ഇദ്ദേഹം ഇപ്പോൾ കടുത്ത മുടന്തലോടെയാണ് നടക്കുന്നത്. എന്നാൽ വിമത സൈന്യം ഡാർഫർ മേഖലയിൽ ആക്രമണം നടത്തുമ്പോൾ അലി പരിഭ്രാന്തിയോടെ ഓടുകയായിരുന്നു. ഇദ്ദേഹം താമസിക്കുന്ന മേഖലയിൽ അവർ വലിയ തോതിൽ വെടിവെപ്പും സ്ഫോടനങ്ങളും നടത്തിയിരുന്നു. അന്ന് ഓടിപ്പോകാൻ കഴിഞ്ഞ തനിക്കിപ്പോൾ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 2023 ഏപ്രിൽ മുതൽ വിമത വിഭാഗമായ RSF രാജ്യത്തെ സൈന്യവുമായി പോരാടുകയാണ്. അവർ തമ്മിലുള്ള അധികാര പോരാട്ടമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. എൽ ഫാഷറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് RSFന് ഒരു വലിയ വിജയമായിരുന്നു. എന്നാൽ ഇവർ നടത്തിയ കൂട്ടക്കൊലകൾ പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കപ്പെടുകയും സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പിലാണ് അലിയെ BBC സംഘം കണ്ടെത്തിയത്. അക്രമികൾ എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ട് അലി എത്തിച്ചേർന്നത് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഗുർണി എന്ന ഗ്രാമത്തിലാണ്. നഗരത്തിൽ നിന്ന് പലായനം ചെയ്ത പലരും ആദ്യമെത്തിയത് ഇവിടെയായിരുന്നു. പ്രായമുള്ള മനുഷ്യൻ എന്ന് വിമത സൈന്യത്തെ ധരിപ്പിക്കാനായി അലി വെളുത്ത താടിയും വളർത്തിയിരുന്നു. അലി പറയുന്നത് തങ്ങളുടെ കൺമുന്നിലാണ് പലരെയും വിമത സൈന്യം കൊന്നു തള്ളിയത് എന്നാണ്. മൃതദേഹങ്ങൾ പലതും ഇവിടെ വലിച്ചെറിയപ്പെടുകയായിരുന്നു. പല മൃതദേഹങ്ങളും തുറസായ സ്ഥലത്ത് കൂടിക്കിടന്നു. വ്യാപകമായ തോതിൽ അക്രമികൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാമ്പുകളിൽ കൂടുതലായി ഉണ്ടായിരുന്നത് സ്ത്രീകളാണ്. എന്നാൽ പലരും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിക്കുകയാണ്. പലായനത്തിനിടെ പലരും കുഴഞ്ഞു വീണ് മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSF പ്രവർത്തകർ കൂടുതലും കൊല്ലുന്നത് പുരുഷന്മാരെയാണ്. ക്യാമ്പുകളിൽ കഴിയുന്നവർ ഇതൊക്കെ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുമ്പോൾ ലോകമറിയുന്നത് ഞെട്ടലോടെയാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ പക്കലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ വിമത സൈന്യം തട്ടിയെടുക്കുകയും ചെയ്തു. RSF സുഡാനിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തിയിരുന്നു.